അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് ജഗപ കണ്ടിട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ വീട്ടിൽ ആളുണ്ട് കേട്ടോ. വേറെ ആരുമില്ല, ജാസിയും ആഫിയും അലിമോനും അളിയനും. ഇതിൽ സ്കൂളിൽ പോയതാണ്. ജാസിക്ക് ലീവാണ്. അപ്പോൾ ആഫിൻ്റെ ഷോൾ അടിച്ച് മാറ്റിയതാട്ടോ. ഞാൻ പറഞ്ഞു ഇപ്പോൾ വരാം, ഞാനൊന്ന് വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ വരാനിക്ക് തരാമെന്ന്. അപ്പോൾ അലിമോന് അടുത്തുണ്ട്. അലിമോന് ഉറങ്ങാണ്. ഞാൻ അഫി ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്ക് എന്താ പറയുക, സ്കിന്നിൽ എന്തോ ഒരു ഓള് ഇവിടെ ഞങ്ങളവിടുത്തെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ച് അപ്പോൾ ഇവിടെ നിന്നാണല്ലോ എളുപ്പം. അപ്പോൾ ഡോക്ടറെ കാണിച്ച് പിന്നെ ജാസിനെ എൻ്റെ അടുത്ത് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. ജാസിയും അലിമോനും എൻ്റെ അടുത്തായിരുന്നു. ഉമ്മയും എൻ്റെ ഉമ്മക്കും ഒന്ന് ഡോക്ടറെ കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയും കാണിച്ചു, അഫിയും കാണിച്ചു. എന്താ പറയുക, അപ്പോൾ അളിയനും ഉമ്മയും ആഫിയും ഡോക്ടറൊക്കെ കാണിച്ച് വരുമ്പോൾ ബിരിയാണി കഴിച്ചായിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് അളിയൻ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജാസി ആട്ടോ വീഡിയോൻ്റെ മുമ്പിൽ വരില്ല, ഫോണിൽ കളിക്കായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ആഫി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഇപ്പോൾ ഓട്ടോ എത്തും, 4:30 ആകുമ്പോഴത്തേക്ക് ഓട്ടോക്കാരെത്തും. മാത്രമല്ല ദിലോ അവിടെ വന്നിട്ടുണ്ട്. നല്ല കച്ചറുണ്ടായിട്ടുണ്ടാവും. നിന്നെ കൂട്ടാതെ പോയില്ലേ പറഞ്ഞിട്ട്. ഇത് പ്രതീക്ഷിക്കാണ്ടായിരുന്നു, നാളത്തേക്കായിരുന്നു ബുക്കിംഗ്. അപ്പോൾ ഇന്നാണ് കിട്ടിയത്. അപ്പോൾ അതിനെക്കൊണ്ട് അലിമോനെയും ജാസിനെ കൊണ്ട് കാണാനായി. അല്ലെങ്കിൽ ഞങ്ങളങ്ങനെ മാസത്തിൽ ഇങ്ങനെ പോകുന്നതാണ് അങ്ങോട്ട്. ഇൻഷാല്ലാ പോവും. അപ്പോൾ ദിലും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു. ഇപ്പോൾ ദിലുവിന് നല്ല മിസ്സുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഫോൺ വിളിച്ചാൽ തുടങ്ങുള്ളൂ കേട്ടോ. ചേച്ചി എനിക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നമുക്ക് റിംഗ് ലൈറ്റിൽ ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോള് വന്നില്ല. അപ്പം ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. അവളെ ഷോൾ അങ്ങോട്ട് കൊടുക്കണം. കുറേ നേരം പറ്റില്ലല്ലോ, ഓട്ടോറിക്ഷ വന്നാൽ ഞാൻ പെട്ടു. അപ്പോൾ ഞാൻ കൂടുതലൊന്നും വലിച്ച് എനിക്ക് പറയുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് ഉള്ളിലേക്ക് പോയി നോക്കാം ആരെല്ലാം എന്തെല്ലാം അവിടെ ചെയ്യുന്നതെന്ന്. പിന്നെ ആഫി സമ്മതിക്കുകയാണെങ്കിൽ ഓളെ മുഖമൊന്ന് കണ്ടാലോ നമുക്കില്ലേ. കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്, എന്നാലും അങ്ങനെയല്ല. ഒന്ന് പോയി നോക്കട്ടെ, പുതിയ പെണ്ണ് സമ്മതിക്കോ എന്തോ. അപ്പം ഞാൻ ഇൻഷാല്ലാ ഇനി ഒരു പോകുമ്പോൾ ഉള്ള വഴിയെ നമുക്ക് കാണാം. അങ്ങനെ ആഫി വരുമ്പോൾ കാണിക്കാൻ വേണ്ടി വരുമ്പോൾ ഇതൊക്കെ ഓർഡർ വന്ന കേട്ടോ. വെള്ളുള്ളി എന്തൊക്കെ ഉണ്ട്. വെള്ളുള്ളി ഉണ്ട്, മാങ്ങ മിക്സ്ഡ് ഉണ്ട്, മാങ്ങയും കാരക്കയും. പിന്നെന്താ വെറും കാരക്കുണ്ട്, പിന്നെ കാരക്കും മാങ്ങി, പിന്നെന്താ അതൊക്കെ തന്നെ. ഒരു 5-8 ബോട്ടിലുണ്ട്. ഇവിടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഓൾ ഏതായാലും ഡോക്ടറെ കാണിക്കാൻ വന്നപ്പോൾ ഓള് എന്താ പറയുക കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, അളിയന് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള കാര്യം കാണിച്ചു തരാവേ. ഇതാണ് അളിയന് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൊരു സാധനം നമ്മൾ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ച് കറക്റ്റ് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്താ പറയുക, പേരക്കുണ്ട്, ഓറഞ്ച് ഉണ്ട്, ഓറഞ്ചും പേരക്കയുണ്ട്. പിന്നെന്താ പൈനാപ്പിൾ ഉമ്മ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കട്ട് ചെയ്തിരുന്നു ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ കൂടെ. അപ്പോൾ ഇതുണ്ട്. പിന്നെ മിഠായി ഉണ്ടായിനോ, ഞാൻ കഴിച്ച്. പിന്നെ ഇവിടെ ഒന്നുണ്ട്, വേറെ ആരുമല്ല, ജാസി ആട്ടോ. ഓനിക്കിഷ്ടമില്ല കേട്ടോ, ഇതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ ജാസി ഉണ്ട്. അലിമോൻ ഉറങ്ങുന്നുണ്ട്. ഇവിടെ ബെഡൊക്കെ നോക്കണ്ട കേട്ടോ, അതൊരു കോലാക്കി വെച്ചിരിക്കുന്നു. പാവം അലി നല്ല കളിയായിരുന്നു. അലിമോൻ ഉറങ്ങാണ് ഗൈസ്. ഇത് കണ്ടോ, അഫി അവളെ കല്യാണത്തിന് കാണാൻ വന്നത് മുതൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 5-6 വർഷം ഓൾക്ക് എടുത്തിട്ടുള്ള ഡ്രസ്സുകളാട്ടത്. അപ്പോൾ ഓൾ അത്രയും മെലിഞ്ഞ ആളായിരുന്നു. അപ്പോൾ ഓൾക്ക് ഭയങ്കര സങ്കടം. അത് പറ്റൂല, എനിക്കത് എന്തായാലും കൊണ്ടുപോകണം, ദിലുവിന് കാണിച്ചു കൊടുക്കണമെന്നും പറഞ്ഞിട്ട് മുകളിൽ കയറിയിട്ട് ഇപ്പോൾ ആ പെട്ടി എടുത്ത് പുറത്തിട്ട്. ഇന്നിപ്പോൾ ഓൾ ഓട്ടോറിക്ഷയിലാണല്ലോ പോണത്, അളിയൻ്റെ കൂടെ വണ്ടിയിലല്ല. അപ്പോൾ അതിൻ്റെ പേരിലാണിപ്പോൾ ഇതുമായിട്ട് പോകാൻ പോകുന്നത്. ഇനിയിപ്പോൾ വെയിറ്റിംഗ് ആട്ടോ ഓട്ടോറിക്ഷ. അപ്പോൾ കണ്ടാപ്പോൾ ഗൾഫിൽ നിന്ന് പോണ പോലെ ഉണ്ട്. ഓളിപ്പോൾ ഇതിൽ ഫുള്ള് ഓളെ ഡ്രസ്സാണ്. ഒരുപാട് നല്ല നല്ല ഡ്രസ്സുണ്ട്.
പന്തലഴിച്ചപ്പോൾ ഗൈസ് കണ്ടോ, കറക്റ്റ് ഞങ്ങളെ റോഡിലേക്ക് കാണുന്നത് കാക്കല്ല കേട്ടോ. ആ കാർ നിർത്തിയത് സ്കൂളിലെ ഡ്രൈവിംഗ് സ്കൂളാണ്. ശരിക്കും ആ കാണുന്നതാണ് കേട്ടോ, എന്താ പറയുക, മെയിൻ റോഡ്. ആ കാർ നിർത്തിയതിൻ്റെ ബാക്കിലൂടെ കണ്ടോ വണ്ടി പോകണ്ടില്ലേ. ഇപ്പം കാണില്ലേ, കുറച്ച് പന്തലഴിച്ചപ്പോൾ കുറച്ച് ചെടികളൊക്കെ പോയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളെ റോഡ്. അവിടെ വണ്ടി ഇപ്പോഴും പാർക്ക് ചെയ്യുന്നുണ്ടല്ലേ ആൾക്കാർ. ഓട്ടോ 4:45. അന്നോട് ആരാടി എൻ്റെ ട്രൈപോഡിൻ്റെ ദൂരം അന്നൊന്ന് വീശി എടുത്തേക്ക് കേട്ടോ. കുഴപ്പമില്ല, അതിനിപ്പറ്റി ആഴ്ച മണവാട്ടി ഒന്നും അല്ലല്ലോ. ഇതാണ് ഗൈ സഫി. എന്തിനാ അങ്ങനെ വെക്കുന്നേ? കണ്ടില്ലേ, ഇതാ ഇങ്ങനെ വെക്കൊന്നും വേണ്ട, എല്ലാവർക്കും മനസ്സിലാക്കി നീ നല്ല സുന്ദരിയാന്ന്. അപ്പൊ കണ്ടല്ലോ ജസി, ഒരു ഹായ് പറയടോ. കണ്ണോ തിരിഞ്ഞു നോക്കൂല ഗൈസ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ കൺമണി. ഈ ജാസി മനസ്സിൽ ഉണ്ടായത് ഇവന് വേണ്ടിയിട്ടാണ്. കണ്ടോ, എന്താണ് മോനെ എനിക്ക് ക്യാമറ നോക്കിയാൽ അതാ ഓക്കെ, അത് എങ്ങനെയൊക്കെ വന്ന് കിട്ടി. ഉമ്മാണ് നാറാണത്ത് ഭ്രാന്തന്, എന്താ ചെയ്യാ. അത് സത്യത്തിന് മറന്നിട്ട് കിട്ടോ. എന്ത് ഈ വേഗവും ഈ കവറ് വെച്ചാ പോടെ അലി കിടന്ന് പറഞ്ഞ ഓർമ്മയില്ല പറയും പോലെ. ഉമ്മ വെളിത്തു ആയി കിട്ടിയപ്പോ കുട്ടീനെ ഓർമ്മയില്ല. അത് ഓർമ്മയുണ്ട്. നോട്ടെ ആർക്കൊക്കെ കണ്ണ് കാണാന്ന് ഉമ്മ എൻ്റെ ഉമ്മനെ കാണിച്ച ഡോക്ടറെ അടുത്ത് ഉമ്മ ചോദിക്കാട്ടോ അഫിനോട്. അവള് പറയാ ഗുളികന്റെ കാര്യത്തിൽ ഞാൻ എക്സ്പേർട്ടാണ്. 10 മില്ലി 2 നേരം 7 ഡ്രോപ്സ് 7 മില്ലി വെച്ചിട്ട്. ഇതാ എത്തി അഫിതാ നാറാണത്ത് ഭ്രാന്തൻ മക്കളെ ഇവിടെ എത്തി. ഇതാ കണ്ടോ, എത്തി ഇവിടെ എത്തി. ഇങ്ങനെയൊക്കെ സ്വഭാവമുള്ളവരുണ്ടോ സ്വന്തം വീട്ടിൽ വന്നിട്ട്? ഇവളിപ്പോ ഉർവശിന്റെ ആ സിനിമ കണ്ട പോലെ എനിക്ക് ഓർമ്മ ആണ്. ഓളെ കെട്ടിക്കുന്നതിന് മുമ്പിട്ട ചുരിദാറ് അല്ല, കല്യാണം കഴിച്ചേരല്ലോ ഉണ്ട്. അല്ലല്ല, കല്യാണത്തിന് മുന്നേ കാണാൻ വേദത്തിനിട്ട ചുരിദാറ് ഒക്കെ ഓള് കണക്കറിഞ്ഞ് മൂക്ക് കാട്ടാൻ കൊണ്ടേക്ക. അവിടെ എത്തിയിട്ട് പിന്നെ അലർജി കൂടിയിട്ട് ഉമ്മ എനിക്ക് അലർജി വന്ന് ചിമ്പിണിതാന്നും പറഞ്ഞു. അടിയാണ്. അപ്പം വലിയ അടി ജാസിനാ പറഞ്ഞിക്കണേ, വലിയ നീളമുള്ള വടി എടുത്തിട്ട് ഒന്ന് കുണ്ടിക്ക് കൊടുക്കാൻ. അതാണ് നിങ്ങളെ കാണിക്കട്ടെ. കൊറേ ആൾക്കാർ കണ്ടാലേ വന്നോര് പിന്നെ എന്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഇടങ്ങാറാക്കുമ്മനെ വെച്ച് വെച്ചിട്ട് സുന്ദരിയാ ഞാന്. അപ്പൊ എല്ലാരും സുന്ദരിയായിട്ടപ്പോ നിക്കുന്നേ. അപ്പൊ നിങ്ങൾ ഇന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ നിക്കണോ മൊഞ്ചിന്റെ കാര്യല്ല. നിങ്ങൾക്കൊക്കെ അള്ളാഹു എല്ലാ ഇതും തന്ന് വൈകല്യങ്ങളൊന്നുമില്ല. അപ്പൊ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാം. ഇങ്ങതാ കണ്ടില്ലേ ഗൈസ്, ഇതാണ് ഉമ്മ കാണിക്കണ്ട പറഞ്ഞോണ്ടാണ് കാണാണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതാ നല്ലത്, കണ്ടുപോയാ കുടുങ്ങി പോകും. പിന്നെ എൻ്റെ അവർ തന്നെ ലൈവില് ചോദിക്കുന്നു കെട്ടിക്കോ പിന്നെ എനിക്ക് ഇന്നെ കെട്ടിക്കാൻ എടുക്കേണ്ടി വരും. എൻ്റെ സൗന്ദര്യത്തിന്റെ പിന്നെ ഇതൊന്നല്ല, എല്ലാരും ഓടും. എന്നാ വേണ്ട ഗൈസ്. അങ്ങനെ കാത്തിരുന്ന അവളുടെ ഓട്ടോറിക്ഷ വന്ന്. അപ്പോൾ അഫി ഇറങ്ങാൻ കേട്ടോ. ഓട്ടോറിക്ഷ ഇവിടുന്ന് കാണില്ല, അവിടെ 2 ചെക്കന്മാരുണ്ട്. അപ്പോ മോനെ ഞാൻ പോയി അലിമോന് ഉറങ്ങാണ് ഗൈസ്. അലി പോവാണ്. അഫിയ ഇനി ഓനെ അവിടുന്ന് എണീപ്പിക്കണ്ടല്ലോ. ഇപ്പൊ പാവാണ്, നല്ല ഉറക്കാണ്. വലൈക്കും അസ്സലാം. ഉമ്മനെ എടുക്കല്ലേ? ആ ആയിക്കോട്ടെ. ജാസിയെ നോക്കി ഇറങ്ങ. അത് ഉരുട്ടിക്കോ വെച്ചാണ്. ആയിക്കോട്ടെ. അങ്ങളില്ലേ? ആയിക്കോട്ടെ. ആയിക്കോട്ടെ. കാണുന്നുണ്ടോന്ന് കറക്റ്റ് എനിക്കറിയില്ല. അതാ കാണില്ലേ ജാസി. ജാസി ഇവരൊക്കെ കയറാണ്. ഇതിപ്പോൾ അവിടെ ഇതായിട്ടോ. ഞാനിപ്പോൾ ഇവിടെ മുറ്റം നനഞ്ഞിട്ടുണ്ട്, ഉണങ്ങിയിട്ടില്ല, കണ്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഓരോ കൂടെ പോവാഞ്ഞത്. അങ്ങനെ അവരെല്ലാവരും കയറി. അങ്ങനെ അഫി പോയി ഗൈസ്. ഓട്ടോറിക്ഷ കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ്. പെട്ടെന്നാണെങ്കിലും ഒരു സന്തോഷമായിരുന്നു പെട്ടെന്ന് കയറി വന്നപ്പോൾ. ഇപ്പോൾ ഞാനും ഉമ്മയും എന്താരോ പറഞ്ഞ പോലെ
ശങ്കരൻ വീണ്ടും തെങ്ങി തന്നെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.